ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു ചെറിയൊരു ഹോം ടൂറാണ്. ഇത് നമ്മൾ അഗസ്തിപ്പൂ വെച്ചതാണ്. എങ്ങനെയാ ഒന്ന് ഇത് നമ്മൾ ചെറിയ സോളാറിൻ്റെ എർത്താണെന്ന് തോന്നുന്നു. എർത്ത് തന്നെ. പിന്നെ നമ്മളിവിടുത്തെ തുളസിക്കും ട്രിപ്പിൾ ഇറിഗേഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്താത്ത ഒരു തുളസി കരിഞ്ഞു പോയി. അതിനെ നമുക്കിങ്ങനെ ചെയ്തിട്ട് ഇതിന് വളമാറ്റിയിട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്? അടുത്തത് ഇങ്ങനെ വന്ന് വെറുതെ കിടന്ന് പൊടിച്ചതാണ്. ഒരു കുരുമുളക് അതിങ്ങനെ രക്ഷപ്പെട്ടു വരുമെന്ന് വിചാരിക്കുന്നു. വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ എവിടെയും ഒരു തുളസി ഉണ്ടായിരുന്നു, അതിനും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ ഇറിഗേഷൻ കാലത്തൊരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ, അങ്ങനെയാണ്. തൊട്ടടുത്ത ഒരു ചെറിയൊരു പേര. ചെറിയ പേര ഇപ്പോൾ ഇച്ചിരി വലുതായിട്ടുണ്ട്. രണ്ടാൾപ്പര്യം പൊങ്ങിപ്പോയി, ചെറുതായിരുന്നു. അത് കഴിഞ്ഞ് നീലാംബരി. നീലാംബരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? നീലാംബരി പല ഔഷധ ഗുണമുള്ള പൂക്കളാണ്. പല പൂക്കളിലും നീലാംബരിയാണ് ഔഷധ ഗുണമുള്ളത്. ഷുഗർ, ബ്ലഡ് പ്രഷർ ഇതൊക്കെ കുറയുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യം എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായിരുന്നാലും ഗുണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നീലാംബരി. നീലാംബരി ചെടി എന്ന് പറയും. ഒരു വള്ളി പോലത്തെ ഒരു മരമാണ്. തൊട്ടിപ്പുറത്ത് പേര നിൽക്കുന്നുണ്ട്. നട്ടതൊന്നുമല്ല, കാക്കകൾ തിന്നിട്ട് ഉറിഞ്ചി ഇടുന്ന പേരയാണ്. കാക്ക തിന്നിട്ട് അവസാനം തൂറിയിടുന്ന പേര. അതാണ് ഇങ്ങനെ വലുത്. അങ്ങനെ എത്ര 1.5 ആൾപ്പര്യം പൊക്കമുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം വലുതായിട്ടുണ്ട്. പിന്നെ ഇവിടെ മുല്ല ഉണ്ടായിരുന്നു. മുല്ലിന് വേണ്ടി എന്തൊക്കെ ഓല കിടക്കണം. അതൊക്കെ മാറ്റിക്കളെ. ഇങ്ങനെ ഓലയൊക്കെ ഇവിടെ ഉണ്ട്. മുല്ലയാണ്, കുടമുല്ല. ഒരു പൂവാനകത്തുണ്ട്. വല്ല നീർക്കോലി ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഗേസ് കടിച്ചു കഴിഞ്ഞാൽ 16ൻ്റെ പണിയാണ്. കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ഇറങ്ങും. ഒരു പൂ എൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. കുടമുല്ല അല്ല, സാധാ മുല്ലയാണ്. കുടമുല്ല എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇവിടെ ഒരു പാഴ്മരമാണ്. നെല്ലിക്ക തിന്നിട്ട് നമ്മൾ എറിയുന്ന നെല്ലിക്ക പൊടിച്ചിരിക്കുന്നതാണ്. അതപ്പോൾ അവിടെ നിൽക്കണ്ട. 2 കൂടെ അങ്ങനെ ഇത് കളയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇതും കൂടെ ഈ ഒരു കുഞ്ഞു പേരയെന്ന് പറയും. പേര വലുതായി മേളിലെത്തി, പക്ഷെ ഒന്നും കാറ്റൊന്നുമില്ല. ഇതൊക്കെ ഇടയ്ക്ക് പൂക്കും, കരിഞ്ഞങ്ങ് പോവും. ഇവിടെ ഒരു ചെറിയൊരു മാവിന് അത്യാവശ്യം കുടം പോലെ നിൽക്കുന്ന മാവ് എന്നൊക്കെയാണ് പറഞ്ഞ് തന്നത്. പക്ഷേ അതാണ്ട് കുടം പോലെ കായി. പക്ഷെ മാങ്ങ കായ്ക്കണ കാര്യം, പൂക്കുന്നുണ്ട്, കായ്ക്കണ കാര്യം കണ്ടറിയേണ്ടി വരും. ഇവിടെ ഒരു തുളസി നമ്മൾ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പൊടിക്കാത്ത തുളസി. ഇതേപോലെ ടെയിലിൻ്റെ അരുവ് നിന്നിട്ടും ഇങ്ങനെ സുഖമായിട്ട് നിൽക്കും. ആരും ഉപദ്രവിക്കാതിരുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നിൽക്കും. അങ്ങനെ വളർത്തുന്ന ഒരു തുളസി. അപ്പുറത്തൊരു ചെറിയൊരു കരിവേപ്പില. ചെറിയ കരിവേപ്പില നട്ട് ഇപ്പോൾ ഇത്രയായി. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്ന അത്രയും. ഉണ്ട് ഇവിടെ ഒരു 2 കുഞ്ഞുങ്ങൾ. എൻ്റെ അപ്പുറത്തോട്ട് ഉണ്ടെങ്കിൽ 3-4 കുഞ്ഞുങ്ങളിൻ്റെ തല കാണുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് വന്നിട്ട് പറഞ്ഞുതരാം. ഇതൊരു മുല്ല. ഇത് കുടമുല്ലയാണ്, പക്ഷെ അത് പൂത്തിട്ടില്ല. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് തിന്നു കഴിഞ്ഞാൽ കുറേ നേരം വരെ നല്ല മധുരം ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തിന്നുന്നത് മൊത്തം എല്ലാം മധുരമായിപ്പോകും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും തിന്നുക. കുടമുല്ലയുടെ ഒരു സാധനം എന്താ അല്ല, അതല്ല അത് കേട്ടോ. ഞാൻ കുടമുല്ലയെന്ന് വിചാരിച്ച കുടമുല്ല അല്ല, ആത്തിയാണിത്. ആത്തിച്ചക്ക
ആണ് അത്തിമരം. ഇവിടെ ആ കരിയപ്പിലത്തുള്ള വളരെ കുട്ടികൾ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. ഇത് മാവ്, പിന്നെ ഇത് സപ്പോട്ട മരത്തിൽ അവിടെ ഒരു വീടും ഉണ്ട്. അതിനകത്ത് സപ്പോട്ടയിൽ നീറിൻ്റെ കൂടാണ്, നീറിൻ്റെ വീട് എന്ന് പറയും. നല്ല സൂപ്പറായിട്ട് വീട് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇന്നത്തേക്ക് മതി. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ബട്ടൺ അമർത്തൂ. താങ്ക് യു.